നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. സീറോ മലബാർ സഭയുടെ തലവനായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് കടുത്ത ഭീഷണി. വ്യാജരേഖ കേസ് ആലഞ്ചേരി പിതാവിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വിമതർ സൃഷ്ടിച്ച വ്യാജരേഖ, അതേ തുടർന്നുണ്ടായ കേസിൽ പ്രതികളായിരിക്കുന്ന വൈദികർക്ക് രക്ഷപ്പെടാൻ ആ കേസ് ഏത് തരത്തിലും കോംപ്രമൈസിലാക്കാൻ വേണ്ടി ശക്തമായ സമ്മർദ്ദം ആലഞ്ചേരി പിതാവിന്റെ മേലുള്ളതായി മനസ്സിലാക്കും. വ്യാജരേഖ കേസിന്റെ പിന്നാമ്പുറങ്ങൾ ഇപ്പോൾ വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആദിത്യനിലും ഏതാനും വൈദികരിലും മാത്രം ഒതുങ്ങുന്നതല്ല. കുര്യാക്കോസ് ഭരണികുളങ്ങരയെ പോലുള്ള ഇടയന്ത്രത്തെ പോലുള്ള ബിഷപ്പുമാരിലേക്കും മറ്റു പല വൈദികരിലേക്കും സംശയത്തിന്റെ സൂചിമുന നീങ്ങുകയാണ്. കോടതിയിൽ നിന്നും കിട്ടിയ രേഖകളിൽ ഇന്നലെ പുറത്തു വന്ന ഒരു രേഖയിൽ കാണുന്നത് ഇതിലെ പ്രതികൾ ചില ഇസ്ലാമിക തീവ്ര സംഘങ്ങളുമായിട്ട് ഇതിലെ ആശയങ്ങൾ, രേഖകൾ കൈമാറിയിട്ടുള്ളതാണ്. സോളിഡാരിറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അങ്ങ് മധ്യപ്രദേശിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം, അവർക്ക് ഇത് സംബന്ധിച്ചുള്ള ആശയവിനിമയം നടത്തിയതിൽ പങ്കുണ്ട് എന്ന് കാണിക്കുന്ന രേഖകൾ പുറത്തു വന്നിരിക്കുന്നു. വളരെ ഗൗരവമായ ആഴങ്ങളിലേക്ക് പോയാൽ, ഇന്നത്തെ ഈ കേസ് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോയാൽ, ഒരു CBI എൻക്വയറിയിലേക്ക് പോയാൽ കൂടുതൽ ആളുകൾ കുടുങ്ങുമെന്ന് വന്നിരിക്കുന്നു. എറണാകുളം അങ്കമാലിയിലെ കുർബാന പ്രശ്നത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ വിമത വിഭാഗം തയ്യാറാണ് എന്ന് മനസ്സിലാകുന്നു. പക്ഷേ ആലഞ്ചേരി പിതാവിനെതിരായി വ്യാജരേഖ ഉണ്ടാക്കിയ കേസ് ഒത്തുതീർപ്പാക്കണം പോലും ആലഞ്ചേരി പിതാവിന്റെ മേൽ ശക്തമായ സമ്മർദ്ദം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും. കൂടുതൽ അദ്ദേഹത്തിന്റെ ജീവനെ കടുത്ത ഭീഷണിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് കാക്കനാട് മൗണ്ടിലെ അദ്ദേഹത്തിന്റെ വാസം അദ്ദേഹത്തിന് സുരക്ഷിതമായിരിക്കുകയില്ല എന്ന സത്യം അദ്ദേഹം തിരിച്ചറിയണം. കാക്കനാട് മൗണ്ട്, അവിടെ സീറോ മലബാർ സിനഡിൽ പോലും, കാക്കനാട് മൗണ്ടിൽ പോലും യൂദാസുകൾ ഇപ്പോഴും ഭരണത്തിലുണ്ട്. കാവിൽ പൂരയിടത്തിനെ പോലുള്ള യൂദാസുകൾ, പാമ്പ്ലാനി ബിഷപ്പിനെ പോലെയുള്ള പരനാറി ബിഷപ്പുമാര് ഉള്ള ആ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിലെ വാസം ആലഞ്ചേരി പിതാവിന് അപകടകരമാണ് എന്ന തിരിച്ചറിവ് ഞാൻ ആലഞ്ചേരി പിതാവിൻ്റെ ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്തിന് വേണ്ട നടപടികൾ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആലഞ്ചേരി പിതാവിന് ഈ മൗണ്ട് സെയിന്റ് തോമസിലെ വാസവും മധ്യ തിരുവിതാംകൂറിലെ അങ്ങ് കുറവിലങ്ങാട്ടെ എപ്പിസ്കോപ്പൽ ദേവാലയത്തിലേക്ക് ദേവാലയം സ്ഥിതി ചെയ്യുന്ന അങ്ങോട്ടേക്ക് അദ്ദേഹത്തിൻ്റെ താമസം മാറ്റുന്നതിനെ പറ്റി അദ്ദേഹവും വരാൻ പോകുന്ന സിനഡും ചിന്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മധ്യ തിരുവിതാംകൂറിന്റെ കേന്ദ്രമായ സീറോ മലബാർ ക്രിസ്ത്യാനികളുടെ പുണ്യഭൂമിയായ കുറവിലങ്ങാട്, അവിടുത്തെ നസ്രാണികൾ അദ്ദേഹത്തെ സംരക്ഷിക്കും. ആവശ്യം വന്നാൽ RSSന്റെ വോളണ്ടിയേഴ്സ് അങ്ങ് പാലായിൽ കല്ലറങ്ങാട്ട് പിതാവ് ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് സംരക്ഷണ കവചമൊരുക്കിയത് മീനച്ചിൽ താലൂക്കിലെ RSS പ്രവർത്തകരായിരുന്നു എന്ന ചരിത്ര സത്യം മറക്കരുത്. 2019 സിനഡിൽ കുറവിലങ്ങാട് ഒരു രൂപതയാക്കാൻ തീരുമാനമെടുത്തല്ലോ, അതുപോലെ അങ്കമാലിയും ഒരു രൂപതയാക്കാൻ തീരുമാനമെടുത്തതാണ്. ആ തീരുമാനം നടപ്പിലാക്കുകയാണെങ്കിൽ അങ്ങ് കുറവിലങ്ങാടിനെ രൂപതയാക്കി ഉയർത്തിക്കൊണ്ട് ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ അതോടനുബന്ധിച്ച് അദ്ദേഹത്തിന് ആലഞ്ചേരി പിതാവിന് വാസം ഒരുങ്ങുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ തോന്നുന്നു. അങ്കമാലി രൂപതയും വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ പല പ്രാവശ്യം അങ്കമാലി രൂപതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സിനഡിന്റെ മുമ്പാകെ അങ്കമാലിക്കാരുടെ നിവേദനം സമർപ്പിച്ചതോർക്കുന്നു. അങ്കമാലി രൂപത എന്ന സ്വപ്നവും പൂർത്തീകരിക്കപ്പെടാൻ ഈ സിനഡ് ഇടവരുത്തണം. ആലഞ്ചേരി പിതാവിനെതിരായിട്ടുള്ള വ്യാജരേഖ കേസ് എന്തൊക്കെ ഭീഷണികൾ ഉണ്ടായാലും അതിൽ നിന്ന് ആലഞ്ചേരി പിതാവ് പിന്മാറരുത്. അത് കോംപ്രമൈസ് ചെയ്യപ്പെടരുത്. വളരെ ഗ്രേവ് ക്രിമിനൽ ഒഫൻസാണ് ഈ വ്യാജരേഖ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാം. ഗ്രേവ് ഒഫൻസുകൾ ഉണ്ടായാൽ, അതിൽ വാദിയും പ്രതിയും കൂടി ഒത്തുതീർപ്പായാൽ മാത്രം പോരാ. അത്തരം കേസുകളിൽ ഒത്തുതീർപ്പുണ്ടാകണമെങ്കിൽ അത് ഹൈക്കോടതിയിൽ അതിനുവേണ്ടി പ്രത്യേക ഹർജി ഫയൽ ചെയ്ത് ഹൈക്കോടതി അനുവദിച്ചാൽ മാത്രമേ സീരിയസ് ക്രൈം ഒത്തുതീർപ്പാകാൻ പറ്റൂ. ഈ സാഹചര്യത്തിൽ എറണാകുളത്തെ വ്യാജരേഖയുണ്ടാക്കിയ അതിൻ്റെ പ്രവർത്തിച്ച വൈദികരും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച മെത്രാന്മാരുമൊക്കെ രക്ഷപ്പെടാതിരിക്കണമെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം. മാത്രമല്ല, ഇതിലൊരു കോംപ്രമൈസ് പാടില്ല. അങ്ങനെ ഒരു കോംപ്രമൈസ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെതിരെ വിമതർ തെറ്റ് ചെയ്തവർ പശ്ചാത്തപിക്കുകയും
അവർ കുറ്റയേറ്റു പറയുകയും ചെയ്താൽ എനിക്കൊരു പരാതിയുമില്ല. അത് ക്രൈസ്തവമാണ്. പക്ഷെ അല്ലാത്ത സാഹചര്യത്തിൽ കുർബാന, ഏകീകൃത കുർബാന ഞങ്ങൾ അർപ്പിക്കാം, ഞങ്ങൾക്കെതിരെയുള്ള ആ വ്യാജരേഖ കേസ് പിൻവലിക്കണം, അല്ലെങ്കിൽ വലിയ കനത്ത ഭീഷണികൾ ആലഞ്ചേരി പിതാവിനെതിരെ, അത് പിതാവിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളും കൂടെ നിൽക്കുന്നവർ പോലും അത്തരം സമ്മർദ്ദങ്ങളുമായി വരും ദിവസങ്ങളിൽ കൂടുതൽ വരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ, അദ്ദേഹം പുറത്തേക്ക് പോകുന്ന വേളകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ സഭാ സിനഡും ആലഞ്ചേരി കുടുംബവും പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ വാസം അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായ ഉറവിലങ്ങാട്ടേക്ക് തന്നെ മാറ്റാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് ഞാൻ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഞാൻ സിനഡ് പിതാക്കന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.